ഹായ് എവ്രി വൺ. രേണു സുധി വിഷയങ്ങൾ തീരാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്തായിട്ട് രേണു ഒരു ലൈവൊക്കെ വന്ന് കുറേ ലൈവിൽ കമൻ്റ് ഇട്ട ആളുകളെ ചീത്ത പറഞ്ഞു, തെറി വിളിച്ചു എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി കുറേ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതെടുത്ത് കോണ്ടന്റ് ആക്കാഞ്ഞത്, രേണു ഒരു ലൈവ് ഇടുമ്പോൾ ആ ലൈവിനകത്തും ചെന്ന് രേണുവിനെ തെറി വിളിക്കാനും ചീത്ത പറയാനും നിന്ന് കഴിഞ്ഞാൽ അവർ മദർ തെരേസയൊന്നും അല്ലല്ലോ ഇവിടെ. കേട്ടിട്ട് ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി വിടുക. മനുഷ്യനാണ്, പ്രൊവോക്ഡ് ആയ സമയത്ത് അവർ അതിനായിട്ടുള്ള തക്കതായ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പുതിയ ഉടായ്പ തുടങ്ങി യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെ ഉടായ്പാവും എനിക്കറിയില്ല, മനസ്സിലായോ? അതെങ്ങനെ ഉടായ്പാവും? ഇപ്പം നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉടായ്പ കാണാൻ ഇരിക്കുന്ന ഒരു കൂട്ടം വ്യൂവേഴ്സിനല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അവരിപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അവർ കുറേ മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. കാരണം ഓൺലൈൻ മീഡിയാസ് അവരെ എന്താ പറയുക, കോണ്ടൻറ്റുകൾ എടുത്ത് ഇങ്ങനെ ഒരുപാട് വൈറലാവുമ്പോൾ കുറച്ച് മുമ്പേ ഇതായിരുന്നെങ്കിൽ അവർക്ക് ഓൺ കണ്ടൻറ്റ് കൊണ്ടും വൈറലാവുമായിരുന്നു, അതിൽ നിന്നൊരു ഇൻകം വരുമായിരുന്നു. പ്ലസ് ഈ ഒരു വൈറൽ സാധനം ഇങ്ങനെ അവർക്കൊരു ബെനിഫിറ്റ് വരുന്ന രീതിയിൽ കുറച്ചും കൂടി മാറുമായിരുന്നു. എന്താണെങ്കിലും അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒരു വഴിക്ക് അങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇവർക്ക് വീട് കിട്ടിയല്ലോ. സുധിയുടെ മരണത്തിന് ശേഷം, സുധിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് എന്നുള്ളത്, സ്വന്തമായിട്ടുള്ളൊരു വീട്. മരണത്തിന് ശേഷം കുറേ നല്ലവരായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വീട് വെച്ചു കൊടുത്തു. അപ്പം അന്ന് ഒരു ബിഷപ്പ് ഈ വീടിനുള്ള സ്ഥലം കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സ്ഥലം കൈമാറിയ ബിഷപ്പിനെ കുറിച്ചും സ്ഥലം കൈമാറി കിട്ടി അവിടെ വീട് വന്നതിന് ശേഷം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകൾ ഒരു ബിസിനസ് പോലെ ആ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ, അല്ലെങ്കിൽ അത് ബിസിനസ് പോലെ ആക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എഗെയിൻ ഓൺലൈൻ മീഡിയാസ് രേണുവിൻ്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ രേണു കൊടുത്ത ഉത്തരമുണ്ട്. ഓക്കെ, അത് ഞാനിവിടെ ആദ്യം വയ്ക്കാം. അതിൽ നിന്നാണ് ഈ സ്ഥലം കൊടുത്ത ഈ ബിഷപ്പ്, ഈ ഫാദറിൻ്റെ ഓഡിയോ പുറത്ത് വിടണമെന്നും അത് പുറം ലോകം അറിയാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ട് തന്നെയാണ് ആ വ്യക്തി, സ്ഥലം കൊടുത്ത വ്യക്തി, ഈ ഒരു ഓഡിയോ പുറത്ത് വിടാൻ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ 1-2 ചാനലിൽ വന്നിട്ടുമുണ്ട്. എന്താണെങ്കിലും ആദ്യം രേണുവിനോട് ഓൺലൈൻ മീഡിയാസ് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പം താമസിക്കുന്ന വീടും സ്ഥലവും ഇല്ലേ, അതൊരു ഒരു അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് തന്നല്ലേ ബിഷപ്പ്. അപ്പൊ ആ ബിഷപ്പിന് ഒരുപാട് സ്ഥലമുണ്ട്, ആ ഒരു ഏരിയയിൽ കുറെ സ്ഥലമുണ്ട്. അതൊക്കെ കുറെ വിറ്റ് പോയി. അപ്പം അത് വിറ്റ് പോകാൻ കാര്യം രേണു സുധിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അത് പുള്ളി പരസ്യമായിട്ട് പ്രചരണപ്പെടുത്തി പുള്ളിയുടെ സ്ഥലം ബാക്കി സ്ഥലം അല്ല സുധിച്ചേട്ടന്റെ മക്കൾക്ക് അത് ഇങ്ങനൊരു ഒരു എന്താ ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചാരണമുണ്ട്. അങ്ങനെയുണ്ടോ? അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ രേണുവിനോട് മീഡിയ ചോദിക്കുന്ന ചോദ്യം ഭയങ്കര അട്രോഷ്യസ് ആണെന്നേ പറയാനുള്ളൂ. പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ എസ്മയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് വരെ മീഡിയാസ് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ രേണു അതിനുള്ളൊരു ഫ്രീഡം ഓൺലൈൻ ചാനലുകൾക്ക് കൊടുക്കുന്നുമുണ്ട്, അത് അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഞാനിവിടെ കുറ്റവും പറയുന്നില്ല, നല്ലതും പറയുന്നില്ല. ഓക്കെ, രേണു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് വേണേൽ നിങ്ങൾ ചോദിച്ചോ എന്നുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കണമുണ്ട്. അവർ എന്തും കയറി ചോദിക്കുന്നു, അത് നാളെ അവർ എന്തും ചോദിക്കാം, രേണു എന്ത് ഉത്തരവും കൊടുക്കും. സോ അതിനകത്ത് എനിക്ക് പേഴ്സണലി അതിനകത്തൊരു ഓഡിറ്റ് നല്ലതാണ് ചീത്തയാണെന്ന് വെക്കാനില്ല. എല്ലാവരും അവിടെ മാത്തമാറ്റിക്സ് എല്ലാം കണക്കാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്ന സമയത്ത് നോബൽ ഫിലിപ്പ് അമ്പലവയൽ, അങ്ങനെയാണ് ആ ബിഷപ്പിൻ്റെ പേര്, ഈ വ്യക്തി സ്ഥലം 7 സെൻറ്റ് കൊടുത്തു. സെൻറ്റിന് 4 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണെന്നൊക്കെയാണ് അന്നത്തെ എൻ്റെ ഒരു അറിവ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പഴയ വീഡിയോ ഒക്കെ റെഫർ ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞല്ലോ ഇത് പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു, ഇപ്പം കാണാൻ വഴിയില്ല. സുധി മരണപ്പെട്ട് ഈ സ്ഥലം കൊടുത്ത ആ ടൈമിൽ ഈവൻ 24 ന്യൂസിലാണെങ്കിലും ഈ സ്ഥലം കൊടുത്തത് കാരണം ഈ പറഞ്ഞ ബിഷപ്പിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് ബാക്ക്ലാഷ്, ഇതേപോലത്തെ ചോദ്യങ്ങളും ഭയങ്കരമുള്ള നെഗറ്റിവിറ്റി അയാൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് 24 ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 24 ന്യൂസും ശ്രീകണ്ഠൻ നായരും ഒക്കെ ഇടപെട്ടിട്ടാണ് ഈ ബിഷപ്പ് ഇവർക്ക് സ്ഥലം കൊടുക്കുന്നത്. അപ്പോൾ ആ ബിഷപ്പിന് തന്നെ ഈ പറഞ്ഞ ചാനലിൻ്റെ ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഫോട്ടോസും അല്ലെങ്കിൽ ഇതേപോലെ ഈ സുധിയുടെ ഫാമിലിക്ക് സ്ഥലം കൊടുക്കുന്നതിൻ്റെ പേപ്പർ കൈമാറുന്ന പിക്കും സാധനവും അതിൻ്റെ ന്യൂസൊക്കെ വരുന്ന സമയത്ത് ഒരു പരിധി വരെ അതിനടിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹെയ്റ്റ് നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടാവാം.
അപ്പോൾ അതുകൊണ്ടായിരിക്കണം അത് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 24 അന്ന് അങ്ങനെ ഒരു ന്യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തൃശ്ശൂർ കയ്പമംഗലത്ത് നടന്ന വാഹനാപകടത്തിൽ മിമിക്രി കലാകാരനും സ്റ്റാർ മാജിക്കിൻ്റെ ആർട്ടിസ്റ്റുമായിരുന്ന കൊല്ലം സുധിയുടെ വിയോഗം. കൊല്ലം സുധി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഫ്ലവേഴ്സും അതുപോലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ അവരുടെ വീടിനടുത്ത് തന്നെ കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിൽ എവിടെയാണ് നമുക്ക് സൗജന്യമായി ഇത്തിരി ഭൂമി കിട്ടുക എന്ന് അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണം എത്തിച്ചേർന്നത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ്. അദ്ദേഹം വളരെ വിശാല മനസ്കോടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയ ഭൂമിയിൽ നിന്ന് നല്ല സ്ഥലത്ത് 7 സെൻറ്റ് ഭൂമി നമ്മൾ പറഞ്ഞപ്പോൾ തന്നു. അദ്ദേഹത്തിന് വളരെ ജനങ്ങളിൽ നിന്നൊക്കെ അകലെയുള്ള സ്ഥലത്തൊക്കെ ഭൂമിയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു, അങ്ങ് റോഡ് സൈഡിൽ തന്നെ പറ്റുമെങ്കിൽ ചങ്ങനാശ്ശേരി ടൗണിനടുത്തൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നാൽ വളരെ സൗകര്യമായി. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. അങ്ങനെ 7 സെൻറ്റ് ഭൂമി കൊല്ലം സുധിയുടെ കുടുംബത്തിന് വേണ്ടി തന്നു. അവിടെ വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ബിഷപ്പിനെ ആക്രമിക്കാൻ ഒരു സംഘം ആൾക്കാർ ശ്രമിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരാളിനെ ഇങ്ങനെ കല്ലെറിയാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നുള്ളൂ. പക്ഷേ സഹായിക്കുന്ന ആൾക്കാരെക്കുറിച്ച് കൂടി എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് യഥാർത്ഥത്തിൽ ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൻ്റെ മഹാമനസ്കതയിൽ വലിയ ബഹുമാനമാണ് തോന്നിയത്. അദ്ദേഹം ആ 7 സെൻറ്റ് ഭൂമി തന്നതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ കൊല്ലം സുധിക്ക് വീട് ഒരുങ്ങാൻ പോകുന്നത്. ദയവ് ഇത് ചെയ്യുന്ന ആളുകൾ ഇതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് വളരെ താഴ്മയായി വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മണ്ണിൽ ഉള്ളതുകൊണ്ടാണ് മറ്റു പലരുടെയും കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ കല്ലെറിയുമ്പോൾ നിങ്ങൾ സ്വയം ആലോചിക്കുക, നിങ്ങൾ എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? 24 അന്ന് എന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വിഷയങ്ങൾ എത്ര പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്? കാരണം സുധീരെ വീടായി, ആ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാടായി. ഓക്കെ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനടുത്തായി വീട് കിട്ടിയിട്ട്. അപ്പോൾ വീട് കിട്ടുന്ന സമയത്തും അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ആരൊക്കെ വന്നിട്ട് പോയി, അല്ലെങ്കിൽ വീട് വെച്ചു കൊടുത്ത ടീമും 24ഉം ശരിക്കും അവർ ഇതിലാരാണ് വെച്ചു കൊടുത്തത്, ഇതിലൊക്കെ ഒരു ഓഡിറ്റ് നടന്നു എന്നല്ലാതെ വീണ്ടും ഈ ബിഷപ്പിൻ്റെ നേരെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം കറൻ്റ്ലി എനിക്കറിയില്ല. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രേണു എന്ത് ക്വസ്റ്റ്യനും നിങ്ങൾ എന്നോട് ചോദിച്ചോ എന്നുള്ളൊരു സ്പേസിൽ നിന്ന സമയത്ത് മേ ബി ഓൺലൈൻ മീഡിയാസ് പഴയ സാധനം എടുത്ത് പൊക്കിക്കൊടുന്ന് ചോദിച്ചതായിരിക്കാം. എന്താണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ഒരു അട്രോഷ്യസ് സാധനമാണ്, ഒരു അൺവാണ്ടഡ് സാധനമാണ് ഈ സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അത് രേണുവിന് തോന്നുന്നു അല്ലെങ്കിൽ മീഡിയാസിന് തോന്നുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. ഇനി രേണു ഇതിന് കൊടുക്കുന്ന ഒരു ഉത്തരം കൂടിയുണ്ട്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരാരും വന്ന് മേടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അവര് വില പറഞ്ഞ് മേടിച്ചു. ആ ഒരു സ്ഥലം വർഷങ്ങളായിട്ട് അവിടെ വിൽക്കാതെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എപ്പം മുതലാണ് രേണുസുധി അവിടെ താമസിക്കാൻ വന്നത്? മീൻസ് രേണുസുധിക്ക് ആ സ്ഥലം തന്നത് സുധിലയം വെച്ചതിന് ശേഷമാണ് മറ്റ് പോർഷനുകളൊക്കെ വിറ്റുപോയത്. അപ്പൊ ഇതിനെ മാർക്കറ്റ് ചെയ്താന്ന് എല്ലാവരും ഒരു എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരു കൂട്ടർ വന്നപ്പോ അവർക്ക് മനസ്സിലാക്കണം ആൾക്കാരൊക്കെ ഇനി വീടുകൾ വരും, ആളുകളുണ്ട് എന്ന് മനസ്സിലായായിരിക്കും മേടിച്ചത്. അല്ലാതെ അത് ഈ പറഞ്ഞതിനോടിരിക്കും. ഓക്കെ, അപ്പോൾ സുധീലയം എന്ന് പറഞ്ഞ വീട് വെച്ചതിന് ശേഷം അതൊരു ബിസിനസ് ആക്കിയിട്ട് ഈ ബിഷപ്പ് എടുത്തു. ചുറ്റുവട്ടത്തും ഒക്കെ വീട് വന്നതിന് കാരണം ഈ സുധിയുടെ വീട് അവിടെ നിൽക്കുന്നത് ആളുകൾ ഒരു സെന്റിമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലാൻഡിൽ നമുക്കും ഒരു വീട് വെക്കാം എന്നുള്ള രീതിയിൽ ആളുകൾ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ലടേ, മനസ്സിലായ? കാരണം സുധി എന്ന് പറഞ്ഞ കലാകാരൻ അടിപൊളി കലാകാരനാണ്, അയാളുടെ എന്താ പറയുക എല്ലാ പരിപാടികളും അടിപൊളിയാണ്. പക്ഷെ മലയാളികളുടെ ഇടയിൽ സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെ ഒരു മോഹൻലാലിൻ്റെയോ മമ്മൂട്ടീൻ്റെയോ ഷാറൂഖ് ഖാൻ്റെയോ സൽമാൻ ഖാൻ്റെയോ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അവരുടെ വീടിനടുത്തൊരു പ്രോപ്പർട്ടി കൊടുക്കാണ്ട് അവരുടെ വീട് അവിടെ ഉണ്ട്, സോ ഇടയ്ക്ക് അവരൊക്കെ വന്നിട്ട് പോകും. അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ അന്തം ഫാൻസ് പോയി എടുക്കാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പോയിട്ട് അങ്ങനെ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവരൊക്കെ ഉപയോഗിച്ച വണ്ടി ആരെങ്കിലുമൊക്കെ എടുത്ത് വെക്കാറുണ്ട്. കൊല്ലം സുധി, ഞാനിത് കൊല്ലം സുധീനെ മോശക്കാരനാക്കി പറയുന്നതല്ല, പക്ഷേ അതിന് മാത്രമുള്ളൊരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിന് മാത്രം കപ്പാസിറ്റി ഇൻ ദ സെൻസ് ക്രൗഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കപ്പാസിറ്റി ജീവിച്ചിരുന്ന കാലത്ത് സുധിക്ക് ഉണ്ടായി എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നല്ല കലാകാരനാണ്, പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് അയാളുടെ ഏറ്റവും സ്ട്രഗ്ലിംഗ് ഫേസ് നമ്മളൊരു വട്ടം കണ്ടതാണ്.
അവരുടെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പുറത്ത്. അവർ അത്രയും മോശം സിറ്റുവേഷനിലുള്ള സമയത്താണെങ്കിൽ പോലും അന്നും ആളുകൾ ഇവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളൂ. അത്ര ഭയങ്കര സഹായിക്കാൻ ആരും ഓടിയെത്തിയിരുന്നില്ല. ഒരാളുടെ മരണശേഷമാണ് അയാൾ ഈ രീതിയിൽ സുധി എന്ന് പറഞ്ഞ ഒരാളുടെ സെൻറ്റിമെൻറ്റ്സ് കയറി വരുന്നതും ഒരു പക്ഷേ സുധിക്ക് വേണ്ടി ആളുകൾ ഓരോന്ന് ചെയ്യാൻ കാരണവും ഈ മരണശേഷമാണ്. ആൻഡ് ആ മരണം ഒരു ആക്സിഡൻറ്റ് മരണം ആയതുകൊണ്ടും കൂടിയാണ്. അതും കൂടി ഞാൻ പറയാം, മനസ്സിലായോ? അതൊരു ആക്സിഡൻറ്റ് മരണം ആയതുകൊണ്ടും കൂടിയാണ്. അതായത് സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് പ്രോഗ്രാമും കൂടി, ലൈക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇത്രത്തോളം സെൻറ്റിമെൻറ്റ്സ് ഇതിനകത്ത് വന്നത്. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നു. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആ ബിഷപ്പ് ഇതൊരു ബിസിനസ്സാക്കി എടുത്തതാണെന്നോ, അല്ലെങ്കിൽ ഈ ബിഷപ്പിന് ഇതിലൂടെ എന്തോ ഒരു ഭയങ്കര കൊടൂരമായ കോടിക്കണക്കിന് രൂപയുടെ ലാഭം കിട്ടിയെന്നുള്ളതോ. ഈവൻ രേണുസുധി എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കട്ട് ആൻഡ് റൈറ്റ് വേർഷൻ പറയണമായിരുന്നു. കട്ട് ആൻഡ് റൈറ്റ് വേർഷൻ ഇൻ ദ സെൻസ്, ആ വ്യക്തി ബിഷപ്പ് ഞങ്ങൾക്ക് വീടിനുള്ള സ്ഥലം തന്നു, അത് കുട്ടികളുടെ പേര് തന്നു, അവിടെ വീട് വെച്ച് തന്നു കുറച്ച് ആളുകൾ, അങ്ങനെ അവിടെ താമസം തുടങ്ങി. അല്ലാതെ ഇതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ ചുറ്റും, അത് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, എനിക്ക് അങ്ങനെയല്ല എന്നുള്ളത് കുറച്ചും കൂടി അവർ കറക്റ്റ് റിപ്ലൈ ആണ് കൊടുത്തത്. പക്ഷെ ഇതൊരു മീറ്റർ പിടിച്ചിട്ടാണ് കൊടുത്തത്. ഈ മീഡിയ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഓൺലൈൻ മീഡിയാസ് രേണുവിൻ്റെ അടുത്ത് പോയിട്ട് ഇതേപോലെയുള്ള എന്താ പറയുക അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കുറച്ചും കൂടി രേണുവിനെ ഏറെ കയറ്റാൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ ചോദിക്കുമ്പോഴും രേണു തിരിച്ചു പറയുന്ന ഉത്തരങ്ങൾ പലതും കറക്റ്റാണ്. പക്ഷെ ഇതൊരു മൈൽഡ് രീതിക്കാണ്, തിരിച്ചങ്ങോട്ട് അടിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം അത് എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഈ ഒരു ഓൺലൈൻ മീഡിയ ഉണ്ടെങ്കിലേ എനിക്കിനി വൈറൽ എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് രേണുവിനുള്ളത് കൊണ്ട്, രേണു ഭയങ്കരമായിട്ട് ഓൺലൈൻ മീഡിയാസിനെ എൻ്റർടൈൻ ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കണം അങ്ങനത്തെ ഒരു ഉത്തരങ്ങളൊന്നും കൊടുക്കാത്തത്. അപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഉത്തരം കൊടുത്തു രേണു. ഇപ്പം എന്താ വിഷയം വെച്ചെങ്കിൽ ഈ പറഞ്ഞ ബിഷപ്പ് ഇത് കാണാനിടയായി, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത് ഹേർട്ടാവാതിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ നല്ലത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എന്ന് തോന്നിയൊരു കാര്യം നമ്മൾ ചെയ്യുകയാണ്, അതിൻ്റെ മുകളിലൊരു ക്രെഡിറ്റും ആ ചെയ്ത സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആ വ്യക്തി എടുത്തതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആൻഡ് ഇതിനു മുമ്പും ഈ പറഞ്ഞ ബിഷപ്പ് ഇതേപോലെ പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കാൻ ഇറങ്ങിയ സമയത്ത് അയാൾക്ക് കുറേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ ഞാനിപ്പോൾ നോക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ പൊതുവേ ഈ വ്യക്തി ബിഷപ്പ് അത്യാവശ്യം ഇങ്ങനത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് ഇങ്ങനെ ഓരോ ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ പറഞ്ഞ വ്യക്തി സുധി എന്ന് പറഞ്ഞ ആളുടെ കുടുംബം ഇങ്ങനെ ഇരിക്കുന്നു, 24 അപ്രോച്ച് ചെയ്യുന്നു, അയാൾ കൊടുക്കാൻ റെഡിയാവുന്നു. സോ അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അതിന്നൊരു ബിസിനസ് ഉണ്ടാക്കാനോ അതിന്നൊരു നെയിമോ ഫെയിമോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള സോഷ്യൽ മീഡിയ സെർച്ചിലൂടെ മനസ്സിലായത്. അതോ ഇനിയിപ്പോൾ ഈ സുധീൻ്റെ വീടിന് അടുത്ത് സ്ഥലമോ വീടോ എടുത്ത ആളുകളുടെ അടുത്ത് ഈ വ്യക്തി എങ്ങനെ പറഞ്ഞിട്ടാണ് ആ സാധനം കച്ചവടം ചെയ്തതെന്നുള്ള അവർക്കേ പറയാൻ പറ്റൂ, നമുക്കത് പറയാനും പറ്റില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ആ ബിഷപ്പിനെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല സോഷ്യൽ മീഡിയ സെർച്ചുകളിലൂടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾക്കത് ഹേർട്ടായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ബിഷപ്പ് ഫോണിലൂടെ യൂട്യൂബ് ചാനലിൽ എനിക്കത് അതുലിനെ വിളിച്ചു. അതുലിനെ വിളിച്ചിട്ട് അതുലിനെ നിന്നാണ് ഞാൻ വോയിസ് എടുത്തത്. അതുലിനെ വിളിച്ചിട്ട് സംസാരിച്ചാൽ എനിക്ക് അപ്പുറത്ത് അതുലിൻ്റെ വോയിസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുലിനെ വിളിച്ചിട്ട് ഞാൻ അതുലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നിന്നെയാണോ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചില്ല, ആ വോയിസ് എനിക്ക് അയക്കുന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്താണ് ഒരു യൂട്യൂബ് ചാനലിൽ വിളിച്ചു, ഇഫ് ഐ എം നോട്ട് റോങ് അതുലിനെയാണ് വിളിച്ചത്, സംസാരിച്ചു. ആ സംസാരത്തിലുണ്ടേ അങ്ങേക്ക് ഇപ്പം എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ളത്. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത, ഒരു സെന്റ് വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേ പോലെ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ്
എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്തേ. ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, അങ്ങ് ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകിയത്. ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി, നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു, അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എന്നൊക്കെ. എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാം. ഓക്കെ, അപ്പോ ബിഷപ്പിന്റെ സംസാരത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. സുധിയുടെ പേര് പറഞ്ഞ ആരും ഈ പറഞ്ഞ ബിഷപ്പിന്റെ സ്ഥലം മേടിച്ചിട്ടില്ല. ബിഷപ്പ് ആർക്കും ഈ പറഞ്ഞ സുധീന്റെ പേര് പറഞ്ഞ സ്ഥലം വിറ്റിട്ടില്ല. പിന്നെ സുധിയെ തന്നെ ബിഷപ്പ് അറിയുന്നത് ഈ ഇൻസിഡന്റിന്റെ ശേഷമാണ്. അത് മേ ബി സുധിയെ പലരും അറിയുന്നത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് സുധി എന്നല്ല, എനിക്ക് തോന്നുന്ന ഏതൊരു വ്യക്തിയും ഇതേപോലെ ഒരു ലേഡി, 2 കുട്ടികൾ, ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരിക്കുന്നു, അയാളൊരു കലാകാരനാണെന്ന് അറിയുമ്പോൾ ഇത്രയും ആളുകളെ സഹായിക്കാൻ ഇറങ്ങുന്ന സ്വമേധയാ സന്മനസ്സുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അയാൾ ചെയ്തു എന്നേ ഉള്ളൂ. അതിനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഒരു ടൈമിൽ ഇത് കൊടുത്ത സമയത്ത് തന്നെ ഓൾറെഡി ഇയാൾക്ക് ഈ ഒരു സൈബർ അറ്റാക്ക് വന്നിട്ട് അയാളത് നേരിട്ടിട്ട് അതൊരു വിഷയമായിട്ടുണ്ട്. ഇപ്പം വീണ്ടും മീഡിയാസ് ഇത് കുത്തിപ്പൊക്കിയിട്ട് രേണുവിനോട് ചോദിക്കുന്ന സമയത്ത് രേണു ഇപ്പം ഈ പറഞ്ഞ പോലെ ഉത്തരം കൊടുത്തു. അതൊരു കറക്റ്റ് ഉത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് കറക്റ്റാണ്. പക്ഷെ അത് ഇത്രത്തോളം എന്തല്ല, സോളിഡ് അല്ല. നാളുകളിലും ഈ ക്വസ്റ്റ്യൻ വരാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരം കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഉത്തരം കൊടുക്കുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാണ്ടാവില്ല. പിന്നെ എവിടെയും നമ്മളോട് ആ ചോദ്യം ചോദിക്കില്ല ആരും. കാരണം കറക്റ്റ് കിട്ടി സാധനം. അങ്ങനെ ഒരു അടിച്ചു കൊടുക്കുന്നൊരു സാധനമുണ്ട്, അതല്ല കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈവൻ ബിഷപ്പാണെങ്കിലും അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ആ ഒരു ഉത്തരത്തിൽ. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം വേറെ യൂട്യൂബ് ചാനലുകളെ വിളിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുള്ളൂ. അപ്പം ഇനി ബാക്കിയും കൂടിയും കേൾക്കാം. പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ കോള് റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ, എനിക്ക് അവകാശപ്പെട്ട എന്റെ പേരിൽ സർവ്വ സ്വാതന്ത്ര്യമായി ഞാൻ ഉപയോഗിക്കുന്ന ഈ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ 2 അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. മാധ്യമ പ്രവർത്തനങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്തു. പൊതുസമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായിട്ട്. എനിക്ക് വയസ്സ് 47 പ്രായമുണ്ട്. എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക്? അതോ എന്റെ 2 ഒരു സുഖമില്ലാത്ത ഒരു സിസ്റ്റർ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തൊരു പെങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 46 വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യമായിരുന്നല്ലേ? എന്റെ അമ്മ ഒരു പ്രായം 73 വയസ്സുള്ള ഒരു മദറുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത്? ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചു. ഞാനിവിടെ 1 ഏക്കർ ഭൂമി അല്ലാതെ 7-10 കുടുംബങ്ങൾക്ക്, അനാഥമായിട്ട് കിടക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് ഞാനിവിടെ 1 ഏക്കർ ഭൂമി നൽകി. അത് 3 സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക്, ഒരു 10ഓളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രമില്ലായിരുന്നു, അതിന് 5 സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം പണിതു കൊടുത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ SNDP ക്ഷേത്രത്തിലേക്ക് പോകാൻ അവർക്ക് വഴിയില്ലായിരുന്നു. 27 സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ്. അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ, മറിച്ച് ഞാൻ US നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട്, അല്ലെ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, പല വേദനകളിൽ ഇരിക്കുന്നുണ്ട്. അവരെ ഇവിടുത്തെ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ 9-ാം വാർഡിൽ 3 സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാൻ ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി. അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അല്ലാതെ കൊല്ലം സുധിര 2 മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, പുച്ഛമെന്നല്ലാതെ വെറും പുച്ഛമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, അങ്ങേയറ്റം ദുഃഖിക്കുന്നതിന് കാരണം
സോഷ്യൽ മീഡിയയിൽ എന്നെ അങ്ങ് അവഹേളിക്കാണ് ഒരു വിഭാഗം ആൾക്കാർ. പിന്നെ കൊല്ലം സുധിയുടെ സഹധർമ്മിണി സിനിമയിൽ അഭിനയിക്കാൻ പോയതോ നാടകത്തിന് പോകുന്നതോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ അവരെ അറിയുന്നില്ല, ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. മറിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സഹായിക്കുവാൻ കൊണ്ടുപടിയായത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ബിഷപ്പിന്റെ ആ ഒരു കംപ്ലീറ്റ് വോയിസിന്റെ കുറച്ച് ഭാഗം, മെയിൻ ഇമ്പോർട്ടൻറ്റ് ഭാഗം ഞാൻ എടുത്ത് വെച്ചത്. അതിൽ ആ വ്യക്തി അദ്ദേഹം ചെയ്ത ചാരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്ത സമയത്ത് അദ്ദേഹം നേരിട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ലൈഫിൽ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് അതിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുന്നുള്ള രീതിയിൽ ആ വ്യക്തി അയാളുടെ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്, സിറ്റുവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ബിഷപ്പ് പറയുന്നുണ്ട്. സോ ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിക്കാതിരിക്കുമോ അല്ലെങ്കിൽ ചോദിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. കാരണം അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യൂ കിട്ടണം, അല്ലെങ്കിൽ അവരുടെ ഡെയിലി എക്സസൈസ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ള സെറ്റപ്പാണ്. അവർ എന്ത് ചോദ്യം ചോദിക്കാൻ റെഡിയാണ്. കാരണം ഒരു പേരോ അല്ലെങ്കിൽ ഒരു ലോഗോ മാത്രമാണ് അവർ നമ്മൾ കാണുന്നത്. അതിന് പുറമെ നമ്മളെന്ന് പറയുന്നില്ല, എനിക്ക് അത്യാവശ്യം ഓൺലൈൻ മീഡിയാസിൻ്റെ ബാക്കിലുള്ള മുഖങ്ങളെ ആളുകളെ അറിയാം. നിങ്ങൾക്ക് വ്യൂവേഴ്സിന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഓൺലൈൻ നീലക്കുയിലാണെങ്കിലും അങ്ങനത്തെ എല്ലാ, നീലക്കുയിൽ നീ എടുത്ത് പറയാൻ കാരണം കുറച്ച് ഫെയിം അതാണല്ലോ. അപ്പം അങ്ങനത്തെ ചാനലുകളുടെ ബാക്ക് സൈഡ് ആരാന്ന് അറിയുന്നില്ല. ഓക്കെ, അങ്ങനെ അറിയാത്തിടത്തോളം അവർക്ക് അതിൻ്റെ ഒരു ഫ്രീഡം കൂടിയുണ്ട് എന്ത് ചോദ്യം ചോദിക്കുക എന്നുള്ളത്. പക്ഷെ അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഓപ്പോസിറ്റുള്ള ആൾക്ക് ബ്ലോക്ക് ചെയ്യും. ഞാൻ അതും കൂടി പറയാട്ടോ. മലയാളത്തിൽ എനിക്കറിയാവുന്ന ഈ ചാനലുകൾ, എനിക്കറിയാവുന്ന സർക്കിളിൽ കുറേ ചാനലുകളുണ്ട്. ICG ആണെങ്കിലും സിറ്റി സ്പോട്ട് ആണെങ്കിലും നീലക്കുയിലാണെങ്കിലും അങ്ങനെ കുറേ ചാനലുകളുണ്ട്. ഈ ചാനലുകളോട് നമ്മൾ പറയുന്നത് വേണ്ട, എടുക്കരുത്, ഇടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല. ഓക്കെ, അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നു. കാരണം അവർക്ക് ആ കാര്യത്തിൽ അവർ നമ്മളോട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യും. അവരെടുക്കും, എടുത്തിട്ട് നമ്മളോട്, അല്ലെങ്കിൽ എടുക്കുന്നതിന് മുന്നേ നമ്മൾ പറയാണ് ഇത് എടുക്കരുത്. എടുക്കില്ല അവരെടുക്കാതെ ഫോൺ താത്തി വയ്ക്കും. മനസ്സിലായോ? ഈ എടുത്തതിന് ശേഷം നമുക്കൊരു ഡൗട്ട് തോന്നുകയാണ്, അത് വേണ്ട, അവരിടുകയില്ല, അവരെ ഡിലീറ്റ് ചെയ്ത് കളയും. അത് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. മനസ്സിലായില്ലേ? അവരെല്ലാവർക്കും അത് ആക്സസിബിൾ ആണ്. പക്ഷേ ഈ രേണുവിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഗതി ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. രേണു എന്ത് കിട്ടിയാലും ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? അതാണ് വിഷയം. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഇനിയെങ്കിലും മീഡിയ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. ബിക്കോസ് ഈ ബിഷപ്പൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി പാടും. ഒന്നത്. രണ്ടാമത് രേണുവിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ കാര്യങ്ങളൊക്കെ ആയി അത്യാവശ്യം നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ഈ പറഞ്ഞ നിങ്ങളുടെ ഈ ഓൺലൈൻ ചാനൽ ഗ്രൂപ്പുകളോട് പറയുക, എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് കൊനഷ്ടായി തോന്നിയാൽ അത് ചോദിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഞാൻ തന്ന ഉത്തരം ശരിയായില്ല, നിങ്ങളത് ഇടാതിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ തന്നെ രേണുവിൻ്റെ കേസിൽ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവായി പോകും സോഷ്യൽ മീഡിയയിൽ. കാരണം ഇതിലൊരു ഓഡിറ്റും ഇല്ലാതെ അവർക്ക് ഫുൾ എന്താണ് ഫ്രീഡമാണ് ഇട്ടോളാൻ. അവരങ്ങനെ ചോദിക്കും, അവരങ്ങനെ ഇടും. രേണു അതിന് ഓക്കെയാണ്. കാരണം രേണുവിൻ്റെ ആവശ്യം ഒരു പരിധി വരെ അങ്ങനെ സാധനങ്ങൾ കയറിയിട്ട് വൈറലായിട്ട് നിന്നോട്ടെ, സെൻസേഷനായിട്ട് നിന്നോട്ടെ എന്നുള്ള സ്കീം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, തെറ്റായിട്ടേ ഞാൻ പറയുന്നില്ല. കാരണം അതങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് രേണുവിന് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ആ എക്സിസ്റ്റൻ്റെ ഭാഗമായിട്ട് രേണു അങ്ങനെ തന്നെ നിൽക്കും. ഒരു റിക്വസ്റ്റ് ഉള്ളത്, സുധി അല്ലെങ്കിൽ രേണു സുധി എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റി, ഞാൻ അഗെയിൻ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കാം, ജോബ് എടുക്കാം, അതിലൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ആർക്കും അതിലൊന്നും പറയാനുള്ള അർഹതയില്ല, ഒന്നുമില്ല. അൺടിൽ അൺലെസ് നിങ്ങൾ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കോ ഒരു മോശം ചെയ്യാതിരിക്കുന്നത്തോളം കാലം ഒരു വിഷയമുള്ള കേസുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക സെൽഫ് സാധനം കീപ്പ് ചെയ്തിട്ട് പോവാം. പക്ഷെ നിങ്ങൾക്ക് സെൽഫ് ഐഡൻറ്റിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഈ രേണു സുധി രേണു ഈസ് എൻ ആർട്ടിസ്റ്റ്. രേണു എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, എന്താണെങ്കിലും ബിഷപ്പിൻ്റെ കാര്യം പാവടെ അങ്ങനെ ഒരു പരിപാടി ചെയ്തു കൊടുത്തിട്ട് അതൊന്നും അയാൾക്ക് വെറും ഇതേപോലത്തെ നെഗറ്റീവ്. അത് ചിലന്താ പറയുക, അവർ ഈ ഫീൽഡിലുള്ളവരല്ലല്ലോ. മനസ്സിലായില്ലേ? അവർ ഈ ഫീൽഡിലുള്ളവരല്ല. അപ്പം എന്താ പറയുക, ഇയാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നാളുകളിൽ ഇയാൾ ചെയ്യുന്ന ചാരിറ്റികളൊക്കെ ഇതേപോലെ സംശയത്തിൻ്റെ നിഴലിൽ വരാവുന്നൊരു സിറ്റുവേഷൻ ആ ബിഷപ്പിനുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ് അദ്ദേഹത്തിന്. കാരണം നാളെ എന്തെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുക്കാൻ നേരത്തെ ആരെങ്കിലും ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും ലാഭം കാണാനല്ലടാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് തകർന്നുമില്ല. കാരണം അങ്ങനെ ഒരു ലാഭം പ്രതീക്ഷിക്കാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. സോ അതും കൂടി മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അറിവിന് പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. രേണു അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കുക.